ആൻഡ് അറിയോ ഇയാൾ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പയ്യനാണ്. നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ആരാണെന്ന് അറിയോ? ഇത് വലിയൊരു സാധ്യതയാണ്. ഞാൻ ഇതുവരെ പൊതുവെ ആരും പറയാത്ത ഒരു സാധ്യതയാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആരാണ്? പറയൂ. ശാന്തനു നായിഡു ആണോ? ശാന്തനു നായിഡു ആണ്. ആരാണ് പറഞ്ഞത് അത്? എനിക്ക് മനസ്സിലായില്ല. എലോന 3 മാർക്സ്. എലോനയ്ക്ക് 3 മാർക്സ് പക്ഷോ ശാന്തനു നായിഡു ആണ്. ആരാണ് ശാന്തനു നായിഡു? ആർക്കാ പറയാൻ പറ്റുക? ആരാണ് ശാന്തനു നായിഡു? ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ്. നോട്ട് എ ബിസിനസ് എക്സിക്യൂട്ടീവ്. അയാളുടെ പ്രത്യേകത വേറെ കുറെ പ്രത്യേക എന്റർപ്രണൂർ ആണ്. പക്ഷെ അയാൾക്ക് വേറെ കുറെ പ്രത്യേകതകളുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. ഇതൊരു ജനറിക് ആയിട്ടുള്ള ആൻസർ ആണ്. എക്സിക്യൂട്ടീവ് ആണ്, എന്റർപ്രണൂർ ആണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതല്ല. അദ്ദേഹത്തിന് വേറൊരു സ്റ്റോറി പറയാനുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു സ്റ്റോറിയാണ്. ഇതാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറി. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് അതിന്റെ സ്റ്റോറിയുടെ കാര്യം. പറയൂ. ടാറ്റയുടെ മാനേജർ ആണോ? ടാറ്റയുടെ മാനേജർ ആണ്. പക്ഷെ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം, ഒന്നുകൂടി വ്യക്തത വരുത്തണം. ഇത് നോക്കൂ, ജനറേഷനുകൾ ഒരുപാടുണ്ട്. പല പല ജനറേഷൻ ഉണ്ട്. എൻ്റെ ജനറേഷൻ അല്ല നിങ്ങളുടേത്. നിങ്ങൾ എന്താണ്? നിങ്ങൾ ജനിച്ച കൊല്ലം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പ്രോബബ്ലി ജനറേഷൻ സി എന്ന് പറയുന്ന ഘട്ടത്തിലുള്ളവരാവും, അതിന് ശേഷമുള്ളവരാവും തോന്നുന്നു. ആൽഫ ജനറേഷൻ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ എൻ്റെ വളരെ മുന്നത്തെ ജനറേഷനാണ്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളിലും അറിവുണ്ടാവില്ല. ഞാൻ പലതും പറയുന്നത് അത് ഞാൻ പഠിച്ച് പറയുന്നതാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് അതുണ്ടാവും. ഡിജിറ്റൽ മൈഗ്രൻസ് ആൻഡ് ഇതറിയോ നിങ്ങൾക്ക്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഡിജിറ്റൽ നേറ്റീവ്സ് ആൻഡ് ഡിജിറ്റൽ ഇമിഗ്രൻസ്. ആർക്ക് പറയാം? ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ആളുകൾ ടെക്നോളജിയുടെ കാലഘട്ടത്തിലേക്ക് ജനിച്ച് വീണ ആളുകളാണ്. അതേസമയം ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള കുറച്ചുകൂടി എന്നെ പോലെ, പ്രശോഭിനെ പോലെ, പ്രശോഭ് സാറിനെ പോലൊക്കെയുള്ള കുറച്ച് മുന്നേ ജനിച്ച ആളുകൾ ഞങ്ങളിതൊക്കെ പഠിച്ചു പറയുന്നവരാണ്. ഈ കാലഘട്ടത്തിൽ ആണ്, അതിന് വളരെ മുന്നേ ആണ് ടാറ്റ ജനിച്ചതും വളർന്നതൊക്കെ. അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി അദ്ദേഹം ഒരു മില്ലീനിയൽ ഫ്രണ്ടിനെ കൂടെ കൂട്ടി. അദ്ദേഹത്തിന്റെ അടുത്ത് മറ്റു പല ആശയങ്ങളായിട്ട് ചെന്ന ഒരാളായിരുന്നു. ആ പയ്യനെ ഇഷ്ടപ്പെട്ടു, ശാന്തനുവിനെ അങ്ങനെ കൂടെ കൂട്ടാനുണ്ടായത് അദ്ദേഹം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സാധ്യത ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. പഴയ ആളുകൾക്ക് പല ടെക്നോളജി കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. മാത്രമല്ല, ഇപ്പൊ മൊബൈലിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ മക്കളാണ്. നിങ്ങളുടെ അച്ഛനമ്മമാരെ സഹായിക്കുന്നത് നിങ്ങളായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് അറിവ് കൂടുതലുണ്ട്. അപ്പൊ അതിന്റെ ചില ഏരിയകളിൽ സ്പെഷ്യലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള ബിസിനസ് ടൈക്കൂണുകളുടെ, അതല്ലെങ്കിൽ എന്റർപ്രണേഴ്സിന്റെ, പ്രോമിനന്റ് പേഴ്സണാലിറ്റികളുടെ സപ്പോർട്ടായിട്ട്, ഒരു സൈഡ് ഗിഗായിട്ട്, സൈഡ് ഹസിലായി ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു സൈഡ് ഗിഗായിട്ട് ഡെഫിനറ്റ് ആയിട്ടും ഇത്തരം ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഡിജിറ്റൽ മാനേജ്മെന്റിന് എല്ലാവർക്കും ഒരു ആളെ വേണം. ഈവൺ എനിക്ക് ആളുണ്ട്, പ്രശോഭനും അതുപോലെ, പ്രശോഭ് സാറിന് ആളുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കമ്പനികൾക്കും വേണം. അത് കൂടാതെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടും അത് വേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ ഒരു സാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം സാധ്യതകളെ നമുക്ക് കാണണം. അപ്പൊ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഞാൻ ഇന്ന കാര്യത്തിന് അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ അത് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബിസിനസ്സുകാരെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ കിട്ടും. മില്ലീനിയൽ ഓർ ജെൻസി, ആൽഫ ഫ്രണ്ട്ഷിപ്പ് ഓർ കമ്പാനിയൻ, ഇതാണ് ആ സാധ്യത. ഇത് വളരെ കൂടുതലാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. നിങ്ങളത് സീരിയസ് ആയിട്ട് പരിഗണിക്കണമെന്ന് ഞാൻ പറയും. ഇതെന്താണ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? സർ, റിലീജിയസ് സ്റ്റഡീസ് ആണോ? ഇത് റിലീജിയസ് സ്റ്റഡീസ് അല്ല.
ഇതെന്താണെന്ന് പറയാൻ പറ്റും? ഇത് പണ്ട് കാലത്തെ മനുഷ്യരാണോ? പണ്ട് കാലത്തെ മനുഷ്യരാണോ? ഈ സർ യാ, സർ നേരത്തെ കാണിച്ച പിക്ചർ ഈജിപ്ഷ്യൻ എന്താ ക്രാഫ്റ്റ്സോ അതെന്താണ്? correct answer. 3 marks, Alona. And this also correct answer. And what is this, guys? Anugraha also getting 3 marks. Prashobh, please score that. Sir, And what is പരിണാമമാണോ? എന്താണ് ഈ പിക്ചർ പരിണാമമാണോ? പരിണാമമാണ്. യെസ്, ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ. അത് മുഴുവൻ പറയാത്തതുകൊണ്ട് ഞാൻ 2 മാർക്ക് തരുന്നു. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദിസ്, ഗൈസ്? ഇത് ആദിമ മനുഷ്യരിൽ നിന്ന് പിന്നെ AI യുഗത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഡിഫറൻസ്. എന്താ അതിനെ പറയാ? അതിനൊരു ആ ഡിഫറൻസ് ഉണ്ട്. ആ പറയുന്നത് എന്താണ് പറയാ? ഹു ക്യാൻ സേ ദാറ്റ്? എവല്യൂഷൻ എവല്യൂഷൻ ആണ്. വാട്ട് എവല്യൂഷൻ? കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന മനുഷ്യൻ. അല്ല, മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ എന്നാണ് ഇതിനെ പറയുക. നിങ്ങൾക്ക് 2 പേർക്ക് ഓരോ മാർക്ക് ഞാൻ തരുന്നു. ആൻഡ് മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ എന്നാണ് ഇതിനെ പറയുക. ആൻഡ് ഹു ഈസ് ദിസ്, ഗൈസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എവല്യൂഷൻസ് പഠിക്കുമ്പോൾ, മനുഷ്യ ചരിത്രം പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചരിത്രകാരനായിട്ടുള്ള ലോകത്താകമാനം ആരാധകരുള്ള അറിയപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കുറിച്ച് അറിയൽ നമുക്ക് വളരെ നിർബന്ധമാണ്. സർ ആ, സുബർഗ് ആണോ? അല്ല അല്ല അല്ല. ഇതാണ് ആള്. യുവാൽ നോവ ഹരാരി സാപ്പിയൻസ് എന്ന പുസ്തകം എഴുതിയിട്ടുള്ള ആണ്. ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. ഇത് ഈ സീരീസിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ചരിത്രം പഠിച്ചാൽ, എൻ്റെ ചോദ്യം ഇതാണ്, വേർ ഇറ്റ് വിൽ ടേക്ക് ഹിസ്റ്ററി? ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റും? പെട്ടെന്ന് പറയാൻ പറ്റും. ഹിസ്റ്ററി പഠിച്ചാലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? വേർ വിൽ ഹിസ്റ്ററി ടേക്ക് യു? ചരിത്രങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ദെൻ ആർക്കിയോളജിസ്റ്റ് ആവാൻ സാധിക്കും. ഓക്കെ, കറക്റ്റ് ആൻസർ. 1 മാർക്ക്. ഞാൻ എഴുതിയിട്ടുള്ള ബ്രോഡൻ യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ വേൾഡ്. ചരിത്രമില്ലാതെ നിലനിൽപ്പില്ല. നിങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഒരു ചരിത്രം. അപ്പോ നമ്മുടെ നിലനിൽപ്പ് തന്നെ, മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ചരിത്രം എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിന് വളരെ അനിവാര്യമായ ഘടകമാണ്. ആൻഡ് യു നോ ദിസ് ഗായ്, ചരിത്രം പഠിച്ച് ലോകത്തിൽ ആകമാനം അറിയപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. സർ Yeah, who is this? സർ ഇത് Yeah. മനു എസ് പിള്ളൈ. Manu S. Pillai, correct answer. 3 marks. Manu S. Pillai. Yeah, and he is one of the very popular historian from India, from Kerala. And അദ്ദേഹത്തിന്റെ ബുക്കാണ് ഐവറി ത്രോൺ എന്ന് പറയുന്നത്. അത് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്, ചരിത്ര പുസ്തകമാണ്. ആൻഡ് സ്റ്റിൽ ഹിസ് റൈറ്റിംഗ്സ് ആർ ഗോയിങ് ഓൺ. പിന്നെ ജോബ്സ് ഫോർ ഹിസ്റ്ററി മേജേഴ്സ്, ഹിസ്റ്ററി പഠിച്ച ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട ജോലി സാധ്യതകളാണ് ഈ ലിസ്റ്റ്. ഇത് നിങ്ങളൊന്ന് ഒരു പിന്നെ സ്ക്രീൻഷോട്ടോ അതല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചാൽ നന്നാവും. ഹിസ്റ്ററി പഠിച്ചാൽ വളരെ വലിയ സാധ്യതകളാണ് ലോകത്തുനിന്ന് തുറന്ന് കിടക്കുന്നത്. ഡെമോഗ്രഫർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു അവസരത്തിൽ സംസാരിക്കും. വലിയ സാധ്യതകൾ അതിലുണ്ട്, അത് ഞാൻ പറയാം. ആൻഡ് ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിച്ചാൽ എല്ലാവർക്കും, വഴിയിൽ കൂടെ പോകുന്നവരൊക്കെ എല്ലാവർക്കും ഹിസ്റ്ററി പഠിച്ചാൽ പറ്റില്ല. അതിനൊരു ഫ്ലയർ വേണം, എന്നാൽ മാത്രമാണ് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്കുണ്ടോ? നിങ്ങളിൽ ആ കഴിവുണ്ടോ? അതോ നിങ്ങൾക്ക് സയൻസ് ആണോ നിങ്ങളുടെ കഴിവ്, മറ്റ് ശാസ്ത്ര മേഖലകളാണോ? ഇതൊക്കെ കണ്ടെത്തണം. ആൻഡ് വാട്ട് ആർ യു റിയലി ഔട്ട്സ്റ്റാൻഡിങ് അറ്റ്, ആൻഡ് വാട്ട് വിൽ യു ബി ഏബിൾ ടു ഡു ടു മേക്ക് ദിസ് വേൾഡ് ഓസം? ഈ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നിങ്ങളുടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം.